ജമീല എന്നല്ലേ പേര്? അതെങ്കിലോ? എന്താ വേണ്ടത്? വിശേഷിച്ചൊന്നുമില്ല. ജമീല ബീബിയുടെ ബാപ്പയുടെ ബീഡി ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ 120 ബീഡി തെറുപ്പ് തൊഴിലാളികളുണ്ട്. ഞാൻ അവരുടെ സെക്രട്ടറിയാണ്. പേര് അബ്ദുൽ ഖാദർ. വളരെ സന്തോഷം. ഫുട്ബോൾ പ്ലെയർ ആണെന്നും ടൗൺ കേടിയാണെന്നും കൂടി കേട്ടിട്ടുണ്ട്. അതെ, ബീഡി തെറുപ്പുകാർ ഒരു പണിമുടക്കിന് ആലോചിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ ഫാക്ടറി പൂട്ടിക്കും. ഇത് എന്നോട് എന്തിനാ പറയുന്നത്? ബാപ്പയോട് ഇന്ന് പറയൂ. ജമീലയോട് പറയാൻ കാരണമുണ്ട്. എന്താണത്? ഞാൻ ജമീലയെ ഗാഢമായി സ്നേഹിക്കുന്നു. സന്തോഷം. പിന്നെ എന്തൊക്കെയാണ് നാട്ടുവർത്തമാനങ്ങൾ? ജമീല, നീ എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ കെട്ടി തൂങ്ങി ചത്തുകളയും എന്നൊക്കെ പറയാനേ വേറെ ആളെ നോക്കണം. ജമീല, ഞാൻ നിന്റെ എല്ല് തകർക്കും. ജമീല, എന്റെ ജീവിതം നീ പാഴാക്കരുത്. നിന്നെ ഞാൻ ഗാഢഗാഠം സ്നേഹിക്കുന്നു. നിന്റെ വസ്ത്രങ്ങളെ സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി സ്നേഹിക്കുന്നു. നീ നടക്കുന്ന ഈ പുഴയോരത്തെയും സ്നേഹിക്കുന്നു. കാണുന്ന യുവതികളെല്ലാം വഴിക്ക് തടഞ്ഞു നിർത്തി ഇങ്ങനെ പ്രേമപ്രസംഗം ചെയ്യാറുണ്ടല്ലേ? ഇല്ല ജമീല, നിന്നോടല്ലാതെ മറ്റൊരു പെണ്ണിനോട് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല, നോക്കിയിട്ട് പോലുമില്ല. ഇനി മിണ്ടുകയുമില്ല, നോക്കുകയുമില്ല. ജമീല, നീ എന്റെ കണ്ണിലെ കാഴ്ചയാണ്. പിന്നെ നിനക്ക് ഞാനും എനിക്ക് നീയും. വളരെ സന്തോഷം. പിന്നെ എന്റെ ജമീല, ഞാനൊന്ന് കുളിക്കാൻ പോവുകയല്ലേ, അതിനും ഷർട്ടിട്ടുണ്ട് പോണോ? ഓ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കില്ലല്ലോ. ജമീല പറഞ്ഞത് വല്ലതും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ജെന്റിൽമാൻ ആവണം. നല്ലവണ്ണം വസ്ത്രം ധരിച്ചേ പുറത്തേക്ക് ഇറങ്ങാവൂ. പെരുമാറ്റത്തിൽ ഗൗരവം വരണം. വഴിയിൽ വെച്ച് പഴയ കൂട്ടുകാരായ അലവലാദികളോട് സംസാരിക്കരുത്. ഇങ്ങനെ ജമീല പറഞ്ഞത് വല്ലതും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? പറയൂ. ഏത് സ്ത്രീയും ഏത് പുരുഷനെയും കല്യാണം കഴിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ആ പുരുഷനെ നന്നാക്കാനാണല്ലോ. ആണിനെ നേർവഴിക്ക് നടത്തുക, അവന്റെ ആത്മീയവും ശാരീരികവുമായുള്ള സർവ്വസംഗതികളിലും കൈകടത്തി ഗുലുമാലുണ്ടാക്കുക. ഇതൊക്കെ പെണ്ണിന്റെ കടമയാണല്ലോ. സുന്ദരമായ പെൺ ഫിലോസഫി. പിന്നെ ഓ, അരിവെപ്പുകാരുടെ പ്രശ്നമാണോ? അല്ല, ഞാൻ BA പാസ്സായത് അടുക്കളക്കാരിയാവാനാണല്ലോ. മുത്തേ, എന്റെ കരൾ അടുക്കളയിൽ കയറണ്ട. എല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം, പോരെ? ഓ മതി, ദിവസം പറയുന്നുണ്ട്. ഇന്നുകൂടി എന്റെ മഹാറാണി അടുക്കളയിൽ കയറും. നാളെ മുതൽ നിന്റെ ഈ ദാസൻ. ചുമ്മാ വല്ലതും പറയല്ലേ. ഇപ്പോഴെന്താ വേണ്ടത്? പൂവമ്പഴം. എന്ത്? പൂവമ്പഴം 2 വാങ്ങിത്തരോ? ഹാവൂ, പൂവമ്പഴമാണല്ലേ, തിന്നാൻ കൊതിയുണ്ടല്ലേ. പുഴവക്കത്തുള്ള പീടികയിലുണ്ട്. ഇനി അവിടെ ഇല്ലെങ്കിൽ അക്കരെ ചെന്ന് 2 ഫർലോങ് നടന്നാൽ അവിടെയുള്ള ചെറിയ ബസാറിൽ നിന്ന് വാങ്ങിക്കാം. ഒരു കുല പൂവമ്പഴം കൊണ്ടുവരാം. 2 മതി. കല്യാണം കഴിഞ്ഞ് ജമീല ആദ്യമായിട്ട് ആവശ്യപ്പെട്ടതാ. വേറെ പെണ്ണുങ്ങളാണെങ്കിൽ യാറബ്ബുൽ എന്തെല്ലാം കുശാണ്ടങ്ങളാണിക്ക ഭർത്താവിനോട് ആവശ്യപ്പെടുക. അവർ കെട്ടിയവന്മാരോട് ആവശ്യപ്പെടുന്നത് തീരെ വിലയില്ലാത്ത സംഗതികളാണ്. കാട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന പെൺസിംഹത്തിന്റെ 2 മീശ, അത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ പരിഭവം. ഓ, എന്നാലും പൂച്ച പോലുള്ള സിംഹത്തിന്റെ മുഖത്തെ 2 പൂട വേണമെന്ന് പറഞ്ഞിട്ട്
എല്ലാം ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് വിങ്ങിപ്പൊട്ടി കരയും. ഭർത്താവ് എന്ത് ചെയ്യും? വേറൊരു ഇനമുണ്ട്. അവർക്ക് വേണ്ടത് എവറസ്റ്റ് കൊടുമുടിയുടെ ഉച്ചിയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മഞ്ഞുകട്ടയാണ്. അത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ പറയും നിറഞ്ഞ കണ്ണുകളോടെ ഗദ്ഗതത്തിലാണ്, നുണുങ്ങ് കഷ്ണം മഞ്ഞുകട്ട വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരാത്ത ആളല്ലേ, എന്നെ അങ്ങ് കൊന്നേരേന്ന്. ഭർത്താവ് എന്ത് ചെയ്യും? ജമീല ബീവി കൊണ്ടുവരാൻ പറഞ്ഞത് ഇത്തരം വല്ല കുശാണ്ടങ്ങളുമാണോ? വെറും 2 പൂവമ്പഴം. കുളി കഴിഞ്ഞ് ഒസൂം എടുത്ത് പോയി ഒരു കുല പൂവമ്പഴം വാങ്ങണം. കണ്ടെടുത്തല്ല അലഞ്ഞടക്കരുത്, വേഗം ഇങ്ങ് പോരണം. സന്ധ്യാങ്ക ആക്കരുത്. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാണ്. ഒന്നും മറക്കരുത് കേട്ടോ. ഇല്ലേ? വെട്ടല്ലേ, കള്ളനൊന്നുമല്ല. ഈ നിൽക്കുന്നത് സാധുവും ബുദ്ധിഹീനുമായ സാക്ഷാൽ അബ്ദുൽ ഖാദറാണ്. അകത്തെങ്ങനെ കടന്നു? ഈ പയ്യൻ വരുമ്പോൾ വാതിലുകളെല്ലാം താനേ തുറക്കപ്പെടും. ഹൃദയങ്ങളായ വെറുതെ പറയാതിരിക്കൂ. എങ്ങനെ കടന്നു? അടുക്കള വഴി. വല്ല കമ്പുവിട്ട് സാക്ഷി നീക്കി തുറന്നല്ലേ? വല്ല കള്ളന്മാരും അത് കണ്ടെങ്കിലോ? ഇനി അവരും കയറും. ഇനി ഈ വീട്ടിൽ മനസമാധാനത്തോടെ എങ്ങനെ താമസിക്കും? ബ്ലഡി ഫൂളേ, വാതിലടച്ചിട്ടില്ലായിരുന്നു. ഓ, ഒരുമാതിരി വാതിലടച്ചിട്ടില്ലായിരുന്നു അത്രേ. യാ റബ്ബുൽ ആലമീൻ. പെണ്ണുങ്ങൾ ചെയ്ത തെറ്റിനെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ? പൂവമ്പഴോടെ പൂവമ്പഴം ഒരിടത്തും ഇല്ല. ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഓറഞ്ചസ് തിന്നിട്ടുറങ്ങാം. പൂവമ്പഴം എങ്ങുമില്ല. ഞാൻ മലവെള്ളം നീന്തി കൊണ്ടുവന്നതാണ്. ചുമ്മാ നുണയൊന്നും പറയണ്ട. ഓറഞ്ച് എനിക്ക് ഇഷ്ടമല്ല. കൊണ്ടുവന്നവർ തന്നെ തിന്നോളൂ. ജമീല, എണീറ്റ് വരൂ. ജമീല, എണീറ്റ് വരൂ. എനിക്ക് ഉറക്കം വരുന്നു. ജമീല, ഞാൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാണ്. നോക്ക്, ഞാൻ പുഴ നീന്തി വെള്ളം കുടിച്ച് മരിച്ചു പോയിരുന്നെങ്കിലോ? ഞാൻ പറഞ്ഞത് പൂവമ്പഴാണ്. നാട്ടിൽ പൂവമ്പഴം ഇല്ല. നാളെ ഞാൻ എവിടുന്നെങ്കിലും വാഴ തൈകൾ കൊണ്ടുവരും. ഓ, അതെല്ലാം കുലച്ച് കായായി പഴുത്ത് ഞാൻ തിന്നോളാം. ആട്ടെ, ഇപ്പൊ ഈ ഓറഞ്ചസ് തിന്നു. നല്ല വിറ്റാമിൻസ് ഉള്ളതാണ്. എനിക്ക് വേണ്ട. നീ തിന്നേ തീരൂ. തിന്നില്ലേ തല്ലി തിറ്റിക്കോ? എനിക്ക് മനസ്സില്ല. മനസ്സില്ലേ? ഇല്ല.
അതെ, നിന്നെ ഹറുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ബിരിയാണി വെക്കാൻ പോണു. എടുത്ത് തിന്ന്. ഭർത്താവ് പറഞ്ഞ കൂട്ടാക്കില്ലേ, എടുത്ത് കഴിക്കടി. കഴിക്ക്. പോരാ, ഇനിയും ഇതുണ്ടോ, കാച്ചിക്കളയും. തിന്ന്. കുരു കളഞ്ഞ് പതുക്കെ തിന്നാ മതി. ഞാൻ നിന്റെ ആരാ? ആവോ, വെട്ടുകത്തി കണ്ടോ? നിന്റെ ആരാണ് ഞാനെന്ന്? ഭർത്താവ്. നീ ഇനി എന്നെ നന്നാക്കാൻ ശ്രമിക്കുമോ? ഇല്ലെന്ന് വേഗം പറഞ്ഞോ. വെട്ടുകത്തി കണ്ടോ? ശ്രമിക്കില്ല. ഈ തിന്നുന്നത് എന്താണ്? ഓറഞ്ച്. വെട്ടുകത്തി കണ്ടില്ലേ? പറയൂ. തിന്നുന്നത് പൂവമ്പഴം. പൂവമ്പഴം. തിന്നുന്നത് എന്താ? പൂവമ്പഴം. എന്താ? പൂവമ്പഴം. എന്താ? പൂവമ്പഴം. പൂവമ്പഴം. കരിയറിൽ നീ ഒന്നുകൂടി ഫോക്കസ്ഡ് ആവേണ്ട സമയമാണിത്. ഇറാൻ പോലെ അടിച്ചമർത്തലുള്ള നാടുകളിൽ പോലും സ്ത്രീകൾ വിവാഹം വൈകിക്കുന്നു. വിദ്യാഭ്യാസത്തിലും ജോലിയിലും കൂടുതൽ ശ്രദ്ധിക്കുന്നു. അവരെ വിമർശിക്കുന്നവരും അവിടെയുണ്ട്. അവിവാഹിതയായ സ്ത്രീയെ ശത്രുവിന്റെ മിസൈലുകളെക്കാളും അപകടകാരികളായാണ് അവർ കാണുന്നത്. എലിജിബിൾ ബാച്ചിലേഴ്സിന്റെ എണ്ണം വർദ്ധിക്കുന്നത് സമൂഹത്തിന് ഹാനികരമാണെന്നും കേട്ടിട്ടുണ്ട്. അവരെ തളച്ചിടാനും ഉത്തരവാദിത്തമുള്ളവരാക്കാനുമുള്ള ഒരു ഏർപ്പാടാണല്ലോ വിവാഹം. ഹേയ്, പണ്ടത്തെ സ്ത്രീകളൊക്കെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിച്ചത് മാന്യതയും ആത്മാർത്ഥതയും കുടുംബം നോക്കാനുള്ള കഴിവൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്നത്തെ സ്ത്രീക്ക് പ്രചോദനം നൽകുന്ന ഒരു ഭർത്താവിനെയാണ് ആവശ്യം. പ്രചോദനം മാത്രം മതിയെങ്കിൽ എന്റെ കയ്യിൽ അത് ധാരാളം ഉണ്ട്. കളിയാക്കണ്ട. എന്നെ പോലൊരു സാധാരണ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത ഘടകമായി അവൾ മാറുന്നു എന്നതിന്റെ പരസ്യമായ തെളിവാണ് വിവാഹം. ഒരുമിച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാന്നുള്ളത് രസമുള്ളൊരു കാര്യമല്ലേ? അതെ. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, യുദ്ധത്തിന് പോകും മുമ്പ് ഒരു വട്ടം പ്രാർത്ഥിക്കുവിൻ, കടലിൽ പോകും മുമ്പ് 2 വട്ടം, വിവാഹം കഴിക്കും മുമ്പ് 3 വട്ടം. ജോണിച്ചായോ, ഓ, നല്ല പ്രായത്തിൽ കെട്ടാനാകാത്തതിന്റെ ഫ്രസ്ട്രേഷനൊക്കെ ഇങ്ങനെ നാട്ടിലെ കല്യാണമൊന്നും മുടക്കിയല്ല തീർക്കണ്ടേ. തൃഷ്ണകൾ അടക്കാനാവുന്നില്ലെങ്കിൽ വിവാഹിതരാകുവിൻ. ആഗ്രഹത്താൽ വലഞ്ഞു പോകുന്നില്ല നല്ലത് വിവാഹം കഴിക്കുന്നതത്രേ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയൊരു നാടകത്തിലെ ഡയലോഗാ. ഇത് കേട്ട് കുട്ടികളൊക്കെ എന്തൊരു കയ്യടിയായിരുന്നു അറിയാമോ? കയ്യടി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തടി. അതെ, ആ അടിയിലാണ് ഇച്ചാന്റെ തല പൊട്ടിയത്. എന്റെ പൊന്നു പെങ്ങളെ, വിവാഹിതരായ എല്ലാരും അവിവാഹിതരായിരിക്കാനും അവിവാഹിതരായ എല്ലാരും വിവാഹിതരായിരിക്കാനും രഹസ്യമായിട്ടെങ്കിലും ആഗ്രഹിക്കാറുണ്ട്, അറിയാവോ? ഇയാള് തിരക്കഥ വായിച്ചോ? പിന്നെ അതുകൊണ്ടല്ലേ ഒരു പ്രകോപനം ഇല്ലാതെ വിവാഹത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ വാചാലനായത്. അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാ, ഈ ക്യാമറമാൻ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഞങ്ങളുടെ ചാനലൊന്നും അങ്ങനത്തെ പരിപാടി ഇല്ല. നമ്മുടെ മലയാള സിനിമയിലും അങ്ങനെയുള്ള പതിവൊന്നുമില്ല. കാരണം മിക്കപ്പോഴും റിലീസിംഗിന്റെ അന്നായിരിക്കുമല്ലോ സ്ക്രിപ്റ്റ് എഴുതി തീരുന്നത്. ചിലരത് കഴിഞ്ഞും തിരുത്താറുണ്ട്. ഉള്ളത് പറയാലോ, 15 വർഷത്തിന്റെ സിനിമാ ജീവിതത്തിനിടയിൽ ഷൂട്ട് തുടങ്ങും മുമ്പ് കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേ വായിക്കാൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതിന് ഇവനെ ഞാൻ സമ്മതിച്ചു. എന്നിട്ട് എന്ത് തോന്നി? കോക്ടെയിൽ ഓഫ് നൊസ്റ്റാൾജിയ ആൻഡ് ന്യൂ ജനറേഷൻ. ഈ സിനിമ വിവാഹ ജീവിതം ഒരുപോലെ സൂക്ഷിച്ചെടുത്ത് ചെയ്തില്ലെങ്കിൽ കഥ മാറിപ്പോ. ഞാൻ അതുപോലെ വാചകോടി നിർത്തി ഓടാം. വേണോ? പോരെ, നമുക്ക് ആംബുലൻസ് സീക്വൻസ് ഇവിടെ തന്നെ പ്ലാൻ ചെയ്യാം. അതൊക്കെ നന്നായിരിക്കും.